ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT പരാജയപ്പെട്ടു. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു ചുക്കും ചെയ്യാനായില്ല. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് മറ്റൊരു ഏജൻസി വരേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറേ പേരെ കണ്ടെത്തുന്നു, അതിൽ കുറച്ചുപേരെ ചോദ്യം ചെയ്യുന്നു, അതിലും കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുന്നു. 14 ദിവസത്തേക്ക് ഇങ്ങനെ കോടതി കാണിക്കാൻ കൊണ്ടുപോകുന്നു. പ്രമുഖരുടെ അടുത്ത കയ്യാമമെത്തുമ്പോൾ അവിടത്തേക്ക് കാര്യങ്ങൾ മതിയാക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല ഇക്കാര്യം പറയുമ്പോൾ സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുകയാണ് SIT സംഘം. ഏറ്റവും പ്രധാനമായി ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കിലോ കണക്കിന് സ്വർണമാണ് ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ്റെ കൈവശം ഉണ്ടായിരുന്ന വെറും 300 ഗ്രാം സ്വർണം മാത്രമല്ല അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു 300 ഗ്രാം സ്വർണം കൊണ്ട് തിരികെ കൊണ്ടുവച്ച് അയ്യപ്പനെ തന്നെ പരിഹസിക്കുകയും കളിയാക്കുകയുമാണ് SIT സംഘം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. സംഭവവുമായി ബന്ധപ്പെട്ടൊരു പ്രവാസി വ്യവസായി ചില സൂചനകൾ നൽകിയിട്ടുണ്ടെന്നും കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുമാണ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. അങ്ങനെ വ്യക്തമാക്കുന്നത് എന്നിരിക്കെ ആ വഴിക്കൊന്ന് അന്വേഷണം പോയാൽ എന്താണ് കുഴപ്പം? അത് ചെയ്യില്ല. അപ്പോൾ സഖാക്കൾ ഇനിയും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ അനാവശ്യമായി ഇടപെടുന്നുണ്ട്. CPMുമായി ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ മനഃപൂർവ്വം ബോധപൂർവം ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ഇതിനു വേണ്ടി തന്നെയുമാണ്. ഇത്തരം സാഹചര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം കൊണ്ട് മാത്രമേ ശബരിമലയിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഒരുപക്ഷെ ശബരിമലയിൽ കളി മാറാൻ പോകുന്നു എന്നുള്ള സൂചന നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ എല്ലാവരെയും തൂക്കി അകത്തിട്ട് നഷ്ടപ്പെട്ട സാധനങ്ങൾ, സ്വർണങ്ങൾ തിരികെ പിടിക്കും എന്നുള്ളതാണ് ചെന്നിത്തല പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. UDFന് 100 സീറ്റുകൾ ലഭിക്കുമെന്ന് വ്യക്തമായപ്പോഴാണ് 110 സീറ്റുകൾ കിട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു തുടങ്ങിയത്. യാഥാർത്ഥ്യം അറിഞ്ഞാൽ CPM പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. പിണറായി തരംഗത്തിൽ നിൽക്കുമ്പോൾ വരെ 100-ൽ താഴെ സീറ്റുകൾ ആഗ്രഹിച്ച CPM ഇപ്പോൾ മുഴുവനും തട്ടിപ്പിൽ തകർന്നു നിൽക്കുമ്പോൾ 110 സീറ്റ് ആഗ്രഹിക്കുന്നത് ഒരു സമനില തെറ്റിയ അവസ്ഥയായതുകൊണ്ട് മാത്രമാണ്. ഏതായാലും പ്രമുഖർ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവർ കുടുങ്ങുമെന്നും ഉറപ്പായപ്പോൾ അന്വേഷണ സംഘവും വഴിമാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.